10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വരുന്ന LGS, LDC, ഡിഗ്രി ലെവൽ എക്സാംസിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഏത് വർഷത്തിലാണ്? ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഏത് വർഷത്തിലാണ്? 1915. ചമ്പാരൻ സമരത്തിൽ ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തി ആര്? ചമ്പാരൻ സമരത്തിൽ ഗാന്ധിജിയെ ക്ഷണിച്ച വ്യക്തി ആര്? രാജ്കുമാർ ശുക്ല. അഹമ്മദാബാദ് സമരം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഹമ്മദാബാദ് സമരം ഏതുമായി ബന്ധപ്പെട്ടതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധന. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധന. ഖേദ സമരത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? ഖേദ സമരത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? നികുതി ഇളവ്. ഖേദ സമരത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? നികുതി ഇളവ്. റൗലറ്റ് നിയമം നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? റൗലറ്റ് നിയമം നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1919. 1919. നിസ്സഹകരണ സമരം ആരംഭിച്ച വർഷം? 1920. നിസ്സഹകരണ സമരം ആരംഭിച്ച വർഷം 1920. ഹിന്ദ് സ്വരാജ് രചിച്ചത്? മഹാത്മാഗാന്ധി. ഹിന്ദ് സ്വരാജ് രചിച്ചത് മഹാത്മാഗാന്ധി. ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം 1909. ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം 1909. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിച്ച സമരം? നിസ്സഹകരണ സമരം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിച്ച സമരം നിസ്സഹകരണ സമരം. ദേശീയ ദുരന്തം എന്ന നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ ദുരന്തം എന്ന നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം 1923. സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം 1923. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ? CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു. റാംബാ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്? അല്ലൂരി സീതാരാമരാജു. റാംബാ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമരാജു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. റാംബാ ലഹള നടന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. റാംബാ ലഹള നടന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ തീയതി 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ തീയതി 1928 ഫെബ്രുവരി 3. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഏത് കമ്മീഷനെതിരെയായിരുന്നു? സൈമൺ കമ്മീഷൻ. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഏത് കമ്മീഷനെതിരെയായിരുന്നു? സൈമൺ കമ്മീഷൻ. ലാത്തി ചാർജിൽ പരിക്കേറ്റ് മരിച്ച നേതാവ്? ലാത്തി ചാർജിൽ പരിക്കേറ്റ് മരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. ലാത്തി ചാർജിൽ പരിക്കേറ്റ് മരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. ബർദോളി സമരത്തിന്റെ നേതാവ് സർദാർ വല്ലഭായി പട്ടേൽ. ബർദോളി സമരത്തിന്റെ നേതാവ് സർദാർ വല്ലഭായി പട്ടേൽ. ബർദോളി സമരം നടന്ന വർഷം 1928. ബർദോളി സമരം നടന്ന വർഷം 1928. ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1929. ബർദോളി സമരം നടന്ന വർഷം 1928. ലാഹോർ കോൺഗ്രസ് നടന്ന വർഷം 1929. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. കോൺഗ്രസ് ആദ്യമായി ആവശ്യപ്പെട്ടത് പൂർണ്ണ സ്വാതന്ത്ര്യം. കോൺഗ്രസ് ആദ്യമായി ആവശ്യപ്പെട്ടത് പൂർണ്ണ സ്വാതന്ത്ര്യം. ആദ്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് 1930 ജനുവരി 26. ആദ്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് 1930 ജനുവരി 26. ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം? സബർമതി ആശ്രമം. ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം? സബർമതി ആശ്രമം. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർ? ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർ 78. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർ 78. ദണ്ഡി യാത്രയുടെ ദൈർഘ്യം 24 ദിവസം. ദണ്ഡി യാത്രയുടെ ദൈർഘ്യം 24 ദിവസം. ഉപ്പ് നിയമലംഘനം നടന്ന തീയതി 1930 ഏപ്രിൽ 6. ഉപ്പ് നിയമലംഘനം നടന്ന തീയതി 1930 ഏപ്രിൽ 6. ഉപ്പ് നിയമലംഘനം നടന്ന തീയതി 1930 ഏപ്രിൽ 6.
ധരാസന സമരത്തിന് നേതൃത്വം നൽകിയ വനിത സരോജിനി നായിഡു. ധരാസന സമരത്തിന് നേതൃത്വം നൽകിയ വനിത സരോജിനി നായിഡു. ധരാസന സമരം നടന്ന വർഷം 1930. ധരാസന സമരം നടന്ന വർഷം 1930. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖുദായി ഖിദ്മത്കാർ സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖുദായി ഖിദ്മത്കാർ സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച തീയതി 1931 മാർച്ച് 5. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് മഹാത്മാഗാന്ധി. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് മഹാത്മാഗാന്ധി. മൂന്നാം വട്ടമേശ സമ്മേളനം ബഹിഷ്കരിച്ചത് കോൺഗ്രസ്. മൂന്നാം വട്ടമേശ സമ്മേളനം ബഹിഷ്കരിച്ചത് കോൺഗ്രസ്. HRAയുടെ പൂർണ്ണരൂപം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HRAയുടെ പൂർണ്ണരൂപം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HRA രൂപീകരിച്ച വർഷം 1924. HRA രൂപീകരിച്ച വർഷം 1924. കാക്കോരി സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കാക്കോരി സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കാക്കോരി സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. HSRA രൂപീകരിച്ച വർഷം 1928. HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ച വർഷം 1928. HSRAയുടെ പൂർണ്ണരൂപം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HSRAയുടെ പൂർണ്ണരൂപം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HSRAയുടെ പ്രധാന നേതാവ് ഭഗത് സിംഗ്. HSRAയുടെ പ്രധാന നേതാവ് ഭഗത് സിംഗ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സൺ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സൺ. കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ബോംബെറിഞ്ഞ വിപ്ലവകാരി ഭഗത് സിംഗ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ബോംബെറിഞ്ഞ വിപ്ലവകാരി ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ തീയതി 1931 മാർച്ച് 23. കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ബോംബെറിഞ്ഞ വിപ്ലവകാരി ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ തീയതി 1931 മാർച്ച് 23. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ തീയതി 1931 മാർച്ച് 23. ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് രാജ്ഗുരു സുഖദേവ്. ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് രാജ്ഗുരു സുഖദേവ്. ചിറ്റാഗോഗ് ആയുധപുര ആക്രമണത്തിന്റെ നേതാവ് സൂര്യ സെൻ. ചിറ്റാഗോഗ് ആയുധപുര ആക്രമണത്തിന്റെ നേതാവ് സൂര്യ സെൻ. ചിറ്റാഗോഗ് എവിടെയാണ്? ബംഗാൾ. ചിറ്റാഗോഗ് എവിടെയാണ്? ബംഗാൾ. ചിറ്റാഗോഗ് പ്രശസ്ത വനിതാ വിപ്ലവകാരികൾ ആരൊക്കെയാണ്? പ്രീതി ലതാ വധേക്കർ, കൽപ്പന ദത്ത്, ബീന ദാസ്. ചിറ്റാഗോ ആയുധപുര ആക്രമണത്തിലെ പ്രധാന വനിതാ വിപ്ലവകാരികളാണ് പ്രീതി ലതാ വധേക്കർ, കൽപ്പന ദത്ത്, ബീന ദാസ്. CSPയുടെ പൂർണ്ണരൂപം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. CSPയുടെ പൂർണ്ണരൂപം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. CSP രൂപീകരണത്തിന് പ്രചോദനമായ വിപ്ലവം റഷ്യൻ വിപ്ലവം. CSP രൂപീകരണത്തിന് പ്രചോദനമായ വിപ്ലവം റഷ്യൻ വിപ്ലവം. CSPയുടെ ആദ്യ സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ജയപ്രകാശ് നാരായണൻ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ എതിർത്ത സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ മുതലാളിത്തം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എതിർത്ത സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ മുതലാളിത്തം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എതിർത്ത ഭൂവുടമസ്ഥ വ്യവസ്ഥ ജന്മിത്വം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എതിർത്ത ഭൂവുടമസ്ഥ വ്യവസ്ഥ ജന്മിത്വം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ലക്ഷ്യമിട്ട സാമൂഹിക വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമൂഹം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ലക്ഷ്യമിട്ട സാമൂഹിക വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമൂഹം.